അപ്പോൾ ആ വോട്ട് എവിടെയാണ് പോയത്? കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലാ മണ്ഡലം. പാലാ മണ്ഡലമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് ഞാൻ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ഇലക്ഷന് നമുക്കറിയാം, മാണി സി കാപ്പൻ 15,000-ലധികം വോട്ടിനാണ് ജോസ് കെ മാണിയെ ഇടതു മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ പരാജയപ്പെടുത്തിയത്. അതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം, പാലാ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് ഹരി മത്സരിച്ചപ്പോൾ പരമാവധി 25,000 വോട്ട് കിട്ടിയിരുന്നു. കഴിഞ്ഞ തവണ പ്രമീളാദേവി മത്സരിച്ചപ്പോൾ അത് 17,500 കുറഞ്ഞു. അപ്പോൾ ആ വോട്ട് എവിടെയാണ് പോയത്? ആ വോട്ടും ഈ ഇന്ന് മത്സരിക്കുന്ന ഷോൺ ജോർജും പി സി ജോർജിൻ്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ 4 മണ്ഡലങ്ങൾ ഇവിടെ ചേർത്തിരുന്നു. ആ അവിടുത്തെ മണ്ഡലങ്ങളിലെ വോട്ടെല്ലാം കൂടി മാണി സി കാപ്പന്, ജോസ് കെ മാണിയെ രാഷ്ട്രീയപരമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്നു എന്നുള്ളൊരു സത്യമാണ്, ഒരു പച്ച സത്യമാണ്. അത് പക്ഷേ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്, ഷോൺ ജോർജിന് 20,000 വോട്ട് BJPയുടെ വോട്ടുണ്ടെങ്കിൽ ഷോൺ ജോർജോ പി സി ജോർജിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഒരു 20,000 കൂടെ പിടിച്ചാലും 40,000 ആകും. അപ്പോൾ ഒരു 50,000 വോട്ടിൻ്റെ അടുത്ത് കിട്ടുന്ന ആൾക്കാണ് ജയസാധ്യത, പുതിയ വോട്ടർമാരെ കൂടെ പരിഗണിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ചിത്രം വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള ടൈറ്റ് മത്സരം നടക്കും. അതിൽ 10,000-3,000 വോട്ടിന് ആരെങ്കിലും ജയിക്കും. എൻ്റെ ഒരു വിലയിരുത്തലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വിലയിരുത്തുമ്പോൾ ജോസ് കെ മാണിക്കാണ് പ്ലസ്. അതിന് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2,000 ചില്ലുവാനും വോട്ട് പാലാ നിയോജകമണ്ഡലത്തിൽ LDFന് കൂടുതലായിരുന്നു. ജോസ് കെ മാണിക്ക് 10 സീറ്റ് ഉണ്ടായിരുന്ന ആ 10 സീറ്റ് ഇപ്പോഴും ഉണ്ട്. 11ാമത്തെ സീറ്റ് ടോസ് ചെയ്തതിൽ പോയി, നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഈ പുളിക്കക്കണ്ടം ബ്രദേഴ്സ്, ബിനു പുളിക്കക്കണ്ടവും കോൺഗ്രസും ഒക്കെ ചേർന്നുള്ള അവിഹിതമായ ഒരു കൂട്ടുകെട്ട് ജനങ്ങളുടെ അംഗീകാരം അതിന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വരുമ്പോൾ പാലായിൽ LDF നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിക്കും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ.